പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നല്ല ദിവസം ആശംസിക്കുന്നു. ഒപ്പം തന്നെ ദൈവം തന്ന ദൈവത്തിൻ്റെ ആലയമായ നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് വിശുദ്ധമായി ജീവിക്കുക എന്ന് നാം ധ്യാനിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ശരീരത്തിനുണ്ടാകുന്ന ചില ബന്ധനങ്ങളിൽ നിന്നും എങ്ങനെ മോചനം നമുക്ക് പ്രാപിക്കാമെന്ന് ചിന്തിക്കുന്ന വചനഭാഗമാണ് കേട്ടോ. 1 പത്രോസ് 4 അധ്യായം 2 വാക്യം. ആ വചന ഇപ്രകാരമാണ്: അവൻ ശരീരത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ടല്ല, ദൈവഹിതത്തിന് ഒത്താണ് ജീവിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ വചനം പറയുന്നു, നമ്മുടെ മനസ്സിൻ്റേതായ ശരീരത്തിൻ്റെതായ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കാതെ ദൈവിക ചിന്തയിൽ ദൈവത്തിനോട് ചേർന്ന് ജീവിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. പ്രിയമുള്ളവർ, നമ്മുടെ ജഡത്തിൽ ശേഷിക്കുന്ന സമയം നമ്മുടെ ആഗ്രഹങ്ങൾക്കല്ല, മറിച്ച് ദൈവഹിതത്തിനായി ജീവിക്കാൻ ശ്രമിക്കണം. ക്രിസ്തുവിനെ പോലെ കഷ്ടപ്പാടും പാപത്തിൽ നിന്ന് വിരമിക്കുന്നതിനും അത് കാരണമാകും. ഒപ്പം തന്നെ ദൈവ ഉദ്ദേശമായി പൊരുത്തപ്പെട്ട് നമ്മുടെ ജീവിതം നമ്മൾ നയിക്കുവാനും കരുപ്പിടിപ്പിക്കാനും നമുക്ക് സാധിക്കണം. അതാണ് വചനം ഓർമ്മിപ്പിക്കുന്നത്. ദൈവേഷ്ടത്തിനായി ജീവിക്കണം. ലോകത്തിൻ്റെ ആഗ്രഹങ്ങളാൽ നയിക്കപ്പെടുന്നതിന് പകരം ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുന്നതിനായി നമ്മുടെ ജീവിതം തമ്പുരാന് സമർപ്പിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു. മറക്കരുത്, നമ്മുടെ ജീവിതം, നമ്മുടെ ശരീരമെല്ലാം ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ വേണ്ടി കടപ്പെട്ടിരിക്കുന്നു. അതിനുവേണ്ടി പാപവും പാപ സാഹചര്യവും നമ്മൾ അവസാനിപ്പിക്കണം. ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടും മരണവും നമുക്ക് മരണം ഉപേക്ഷിക്കുവാനും ക്രിസ്തുവിൽ പുതിയ വ്യക്തിത്വം പ്രതിഫലിപ്പിക്കുവാനും ഉതകുന്ന ജീവിതം നയിക്കുവാൻ ഇത് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ക്രിസ്തുവിന് ഇഷ്ടപ്പെടുന്ന ആ തരത്തിൽ ഉതകുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കണം. അതിനെന്ത് ചെയ്യണം? ആത്മാവിൽ ജീവിക്കുക. യോഹന്നാൻ പറയുന്നത്, നാം പാഴാക്കുന്ന ചെറിയ സമയത്തിന് പോലും അതിനെപ്പറ്റി ആത്മാർത്ഥമായി നമ്മൾ ദുഃഖിക്കണം. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ നമ്മൾ ഉപയോഗിക്കാത്ത ഏത് സമയവും ഇതർത്ഥമാകുന്നുണ്ട് എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കാലത്തിൻ്റെയും സമയത്തിൻ്റെയും കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പാഴാക്കിയ സമയത്തിന് ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. ഇനി മുതൽ ദൈവമേ, നീ തരുന്ന ഓരോ സമയവും ജഡികമായ ആഗ്രഹത്തിൽ മുഴങ്ങാതെ പൂർണ്ണമായി നിന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നീ ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രം സമയം ചെലവഴിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ ആഗ്രഹിക്കുന്ന പോലെ സമയം ഉപയോഗിക്കാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ ദിവസം നല്ലൊരു ദിവസമായി എല്ലാ മക്കളുടെ ജീവിതത്തിൽ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മ നമുക്കൊരു മാധ്യസ്ഥം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.